മുകേഷ് മലയാള സിനിമയുടെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വേണേൽ ഉയർന്നേക്കാമെന്നൊക്കെ ചിന്തിച്ച ആൾക്കാരുണ്ട്. മുകേഷ് നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെയും സിനിമ വിജയിക്കും, മമ്മൂട്ടി, മോഹൻലാൽ, അതിനപ്പുറത്ത് ഒരു സിനിമയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് എന്നൊക്കെ തെളിയിച്ച അതിലൊരു പ്രധാനപ്പെട്ട പടം എനിക്കൊന്ന് ഗോഡ് ഫാദർ ആയിരുന്നു. സത്യം മുകേഷ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് മൂന്നാമത്തെ സിനിമയാണ്, മൂന്നാമത്തെ ഹിറ്റാണ്. റാംജി റാവു, ഹരിഹർ നഗർ എല്ലാം അടുത്തടുത്ത വർഷങ്ങളാണ്. അപ്പോൾ ഗോഡ് ഫാദർ സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു സിദ്ദിഖ് ലാലിൻ്റെ. അപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് ഞങ്ങൾ 2 സിനിമ ഹിറ്റായി, 2ലും നായകൻ മുകേഷായിരുന്നു. 3ാമത്തെ സിനിമ ഞങ്ങൾ ഉടനെ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ 3ാമത്തെ സിനിമ ഏതാണ്? 3ാമത്തെ സിനിമയിൽ ഞാനുണ്ടോ? 3ാമത്തെ സിനിമയിൽ എനിക്ക് ഒരു നിങ്ങൾ 2 നായകനായിട്ട് നിന്ന് പ്രൂവ് ചെയ്തതല്ലേ, അപ്പോൾ 3ാമത്തെ സിനിമയിൽ എന്നെ നായകനാക്കുമോ? ഞാൻ നായകനാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മുകേഷിൽ നിന്ന് പ്രതീക്ഷിച്ച്, പക്ഷേ ഒരു ചോദ്യം പോലും ചോദിക്കാതെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. ചോദിക്കാനുള്ള എല്ലാ അവകാശമുണ്ടായിട്ടും. അപ്പോൾ അത് വായിച്ചപ്പോഴും ആൾക്കാർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, നിനക്ക് ചോദിച്ചുകൂടെ? കാര്യം അതൊക്കെ നമ്മളെ ശരീരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല, അതെല്ലാം ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഞാൻ ക്വാളിഫിക്കേഷനായിട്ടല്ല പറയുന്നത്. ഒന്നിനു വേണ്ടി ഒരു വലിയ കരുനീക്കം നടത്തില്ല. അത് എന്തോ ചമ്മലാണോ? എനിക്ക് തോന്നുന്നത് വളർന്നു വന്ന ആ കാര്യങ്ങളും. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്, കെ ബാലചന്ദർ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഞാൻ അഭിനയിച്ചു. അപ്പോൾ അദ്ദേഹം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, കാഷ്വലായിട്ട് പറഞ്ഞാണ്, നമ്മളെ സിനിമ അഭിനയിക്കാൻ വേണ്ടി പോകണം, പക്ഷെ സിനിമയ്ക്ക് വേണ്ടി പോകരുത്. അംഗീകാരങ്ങൾ നമ്മളെ തേടി വരണം, നമ്മൾ അംഗീകാരത്തിന് വേണ്ടി പോകരുത്, പക്ഷെ അഭിനയിക്കാൻ പോകണം. ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയോ ഒരു സംഭവം. ഇതൊക്കെ പറയാനും കേൾക്കാനും സുഖമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട്, പ്രത്യേകിച്ചും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചില സന്ദർഭങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് ഈ റെമ്യൂണറേഷൻ ഞാൻ ഇത്ര രൂപ എനിക്ക് തരാനുണ്ടല്ലോ, നിങ്ങളത് തന്നില്ലല്ലോ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മളുടെ ഒരു ബ്രീഡിൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ വളർന്നു വന്നതിൻ്റെ കുഴപ്പം. അങ്ങനെയൊന്നും നമ്മളെ കൊണ്ടൊരു വലിയൊരു വിഷമം ഒരാൾക്ക് ഉണ്ടാകരുത്. നമ്മൾ കാശ് തരാനുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ട ആളാണ് ഞാൻ. അയാളിനി നമ്മളെ കാണുമ്പോൾ ടെൻഷൻ, അയാളുടെ മനസ്സമാധാനം പോകണ്ട, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ചെയ്യണമെന്നുണ്ട്, പിടിച്ചു ചേർത്ത് ഞാൻ മേടിക്കും എന്നൊക്കെ പറയും. അതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരത്തില്ല, പക്ഷെ കാണുമ്പോഴേക്കും സംഭവം മാറും. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. ഒരു സമാധാന പ്രിയരാണെന്നോ അല്ലെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. ഈ നെറ്റ്വർക്കിംഗ് കുറവ്, റോളുകൾക്ക് വേണ്ടി ഒരു കോറിയോഗ്രാഫി ചെയ്യില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇന്നൊരു റോള് വരുന്നുണ്ട്, ആരുടെയോ പണിപ്പുരയിൽ ഒരു റോള് വരുന്നുണ്ട്, ഒന്ന് പിടിച്ചാൽ ചിലപ്പം അത് നടക്കും. ഇതൊക്കെയാണ് സിനിമാ ലോകത്ത് ഞാൻ ഉപദേശിക്കുന്നതെല്ലാം നേരെ തിരിച്ചാണ് കേട്ടോ. ഇപ്പോൾ വരുന്ന എല്ലാ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഉപദേശിക്കുന്നു പറഞ്ഞാൽ കീപ്പ് ഓൺ ട്രൈയിങ്. എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉപദേശം തരികയാണ്. അല്ലല്ല, ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റും, എങ്ങനെ ആകരുത് എന്നുള്ളത് ചോദിച്ച് വാങ്ങുക. ഒരു തെറ്റുമില്ല, സിനിമയിൽ ഒരു റോള് ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഒരു ഡയറക്ടറെ കണ്ടിട്ട് എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു കഥാകൃത്തിനെ കണ്ടിട്ട് എനിക്ക് പറ്റിയൊരു കഥ എഴുതണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്, നിങ്ങളത് ചെയ്യണം. കാര്യം സിനിമയിൽ നിന്നുള്ളതല്ല, ഏത് സ്ഥലത്തായാലും ചോദിച്ച് മേടിച്ചില്ല അതൊക്കെ അങ്ങ് മറക്കും. പിന്നീട് ടോപ്പിലാകുമ്പോഴത്തേക്ക് ഇപ്പം ഹരിഹരൻ സാറ്, ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ വേറെ ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഹരിഹരൻ സാറിൻ്റെ സിനിമയിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല, അദ്ദേഹം എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിഞ്ഞില്ല. അദ്ദേഹം ഒരാളിനെ എന്നെ പരിചയപ്പെടുത്തി, ഒരു തമിഴ് നാട്ടിലുള്ള ഒരാളിനെ പരിചയപ്പെടുത്തി ഒരു ഫംഗ്ഷൻ വെച്ച്. ഇത് മുകേഷിനെ അറിയാപ്പോൾ ആൾ പറഞ്ഞാൽ അറിയാം. മുകേഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി മുകേഷ് വിചാരിച്ചാലും മുകേഷ് ഒരു റോളിൽ ഓവറാവത്തില്ല, ഓവറായിട്ട് അഭിനയിക്കാൻ അറിഞ്ഞൂടാന്ന്, ഓവർ ആക്ടിങ് എനിക്കറിഞ്ഞൂടായിരുന്നു. അപ്പം പുള്ളി അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയും സിനിമയുണ്ടെങ്കിലും കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടില്ല. 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ഗോഡ് ഫാദറൊക്കെ കഴിഞ്ഞപ്പം വേണമെങ്കിൽ സ്വന്തം കാലിൽ വേണമെങ്കിൽ സിനിമയെ വേണമെങ്കിൽ മുമ്പോട്ട് നടത്തിക്കായിരുന്നു. പക്ഷെ അവിടെയും മുകേഷിന് പറ്റിയൊരു ചെറിയൊരു തകരാറ്, ഇതൊക്കെ ഞാൻ
മുകേഷിനെ ആരാധിക്കുന്ന മുകേഷിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ എൻ്റേതായ ഒരു നിഗമനം പറയില്ല. മുകേഷിൻ്റെ വിജയിച്ച പടങ്ങളൊക്കെ സംവിധായകരുടെ പടമാണ്. മറ്റുള്ള ആൾക്കാരുടെ താരങ്ങളുടെയൊക്കെ വിജയിച്ച പടം ആ താരങ്ങളുടെയാണ്. മുകേഷിന് അത് ചാർത്തി തരാൻ ആരും തയ്യാറല്ല. അല്ല, അതൊരു പരിധിവരെ ശരിയായിരിക്കും. അതിനൊക്കെ പബ്ലിക് റിലേഷൻസ്, ഒരു PR മാനേജറുണ്ടോ? മാനേജറൊന്നുമില്ല. PR ഉണ്ടോ? ആരുമില്ല. സ്വന്തമാണ്. ഒരു കാശും ആർക്കും കൊടുക്കില്ല. ഒരുപാട് കാശുകൾ കിട്ടാതെയും പോയി. ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ച് മേടിച്ചേനെ. ഗോഡ് ഫാദർ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകേഷ് വേണമെങ്കിൽ മലയാള സിനിമയിലെ ഒരു ചാലിലേക്ക് വേണം നടത്താൻ അല്ലെങ്കിൽ നയിക്കാൻ പ്രാപ്തി ഉണ്ടെന്ന് ധരിച്ചു. പക്ഷേ മുകേഷ് വീണ്ടും സൂപ്പർ സ്റ്റാറുകളിൽ അഭയം തേടി മറ്റുള്ളവരുടെ രണ്ടാം നിരയിലേക്ക് വീണ്ടും നോക്കാൻ വേണമെങ്കിൽ ഒരു സാമ്പിൾ. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. ജയിലിൽ പോ, നിന്നെ കൊന്നിട്ട് വാ കൊല്ല്. പോടി പൂച്ചക്കണ്ണി. നീ പോടാ മാക്രി. ഇവിടെ കൊല്ലത്തോളാണ്. എന്ത് പിന്നെ നേരത്തെ പരിഭവിക്കാൻ അതിന്റെ മോന്തയുടെ ഷേപ്പ് കണ്ടിട്ട് പറഞ്ഞായിരിക്കും. ഇവിടെ മോന്തര ഷേപ്പ് സ്വന്തം പല്ലട കുത്തി നാട്ടിക്കണ്ട. ഞാൻ ചോദിക്കാം. പിന്നീട് മുകേഷ് ഇങ്ങനെയായി മാറി. ഇതിൽ ആ ക്രോണിക് ബാച്ചലർ ഒരാൾ പറഞ്ഞു ഇത് ടിപ്പിക്കൽ മുകേഷാണ്, അവൻ ജീവിതം അതുപോലെ പറിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല, അതൊക്കെ ടിപ്പിക്കൽ ഞാനാകണമെന്നില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരെ അറിയാം. ഓ അങ്ങനെ. അപ്പോൾ MG ശ്രീകുമാർ ഒരു പ്രാവശ്യം ഇതേടക്ക് ഒരു ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞു, ക്രോണിക് ബാച്ചിലർ കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് പിന്നെ മുകേഷിന് അണ്ണൻ തന്നെ ആണല്ലോ, പിന്നെ ഇനി ആരും ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ശ്രീകുമാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എങ്ങാണോ ഒരു കുറവ് വന്നാൽ അത് പരിഹരിക്കാനാണ് ആ കഥാപാത്രത്തിന് ശ്രീകുമാർ എന്ന് പേര്. ശ്രീകുമാർ പക്ഷേ MGയിലിപ്പോൾ അത് ശരിയാണെന്നൊക്കെ ധരിക്കുന്നുണ്ട്. ഇല്ലല്ല, അതൊക്കെ ഞാൻ പറയാം, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ MG ശ്രീകുമാർ, പ്രിയദർശൻ, മോഹൻലാൽ, ജഗദീഷ്, ശ്രീനിവാസൻ കുറച്ച് സീനിയർ ആണെങ്കിൽ പോലും ഓടരുതമാവ് ആളറിയാം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മതിന് ശേഷമാണ് ശരിക്കും ഒരു ലൈം ലൈറ്റിലോട്ട് വന്നത്. അങ്ങനെ കുറേ ആൾക്കാർ, മണിയമ്പിള്ള രാജു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഒരേപോലെ കയറി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും ടാലൻറ്റഡ് ആയിരുന്നു, എല്ലാവരും ഭയങ്കരമായ സിൻസിയറായിട്ട് നിൽക്കുന്ന, അതിനകത്തൊന്നും വലിയൊരു ദോഷ സംഭവങ്ങളും ഇല്ലതാണ്.